മലയാള സിനിമയുടെ എക്കാലത്തെ ഒരു പ്രിയങ്കരനായ ഒരു നടനായിരുന്നു സലീം കുമാർ. സലീം കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി പൊതു ദർശനത്തിന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചന്തുവിന് കുറച്ച് കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കേണ്ടി വന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായി ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹമൊക്കെ പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ അത് യാഥാർത്ഥ്യം എന്താണ്, അതോടെ എവിടെയാണ് അതിൻ്റെ ഫോൾട്ടുകൾ സംഭവിച്ചതെന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ദുഃഖത്തിനും ഒരു സ്വകാര്യത വേണമെന്നുള്ളതാണ്. എല്ലായിടത്തും നമ്മൾ ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു സ്വഭാവ രീതി ശരിയല്ല. അത് വ്യക്തിയാണെങ്കിലും മാധ്യമമാണെങ്കിലും ആരാണെങ്കിലും അവർ അനുവാദമില്ലാതെയും അവർക്ക് അരോചകമായി തോന്നുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവിടെ ഇടിച്ചു കയറി ചെന്ന് അവരുടെ സ്വകാര്യതയിൽ നമ്മൾ കൈയിടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമേ അല്ല. അതേപോലെ രണ്ടാമത്തെ ഒരു പോയിന്റാണ് ഒരു മാനുഷിക പരിഗണന ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഇടിച്ചു കയറിയുള്ള ഒരു കവറേജ് എന്ന് പറയുന്നത്. ഇത് ആരുടെ ലൈഫിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ മാധ്യമങ്ങൾ ശരിക്കും നിലകൊള്ളുന്നത് എന്തിനാണ്? അവരവിടെ നിലകൊണ്ടത് എന്തിനാണ്? ഈ ഒരു വിഷയം ഈ സലീം കുമാറിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അവിടെ മാധ്യമം നിലനിന്നത്? അവർ നിലനിന്നത് അവിടെ കറക്റ്റായിട്ടുള്ള പോയിൻ്റ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് അവിടെ വന്നിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ നടന്മാർ, നടിമാർ, അങ്ങനെ അനേകം ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിച്ചാൽ മാത്രമാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വൈറലായി പോകത്തുള്ളൂ. അങ്ങനെ വൈറലായാലേ അവർക്ക് അതിനകത്തുള്ള ഏണിങ്സ് ഉണ്ടാകത്തുള്ളൂ. അതൊരിക്കലും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ അനുവാദമില്ലാതെ ഒരാളുടെ സ്വകാര്യത കവർ ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തോട് നമുക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ്, സലീം കുമാറിൻ്റെ മകൻ ചന്തുവിൻ്റെ പ്രതികരണം വളരെ സാധാരണപരമായ ഒരു പ്രതികരണം തന്നെയാണ്. ഒരു മകന് തൻ്റെ ഒരു സെലിബ്രിറ്റിക്ക് അപ്പുറമായിട്ട്, ഇത്രയൊരു ക്രൗഡിനും സ്വീകാര്യതയ്ക്കും ഒക്കെ അപ്പുറമായിട്ട് മരിച്ചു കിടക്കുന്നത് തൻ്റെ അച്ഛനാണ്. അപ്പം അവിടെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് അവിടെ കിട്ടേണ്ട ഒരു പ്രൈവസിയും അവർക്ക് ലാസ്റ്റ് ടൈമാണത്. ആ ലാസ്റ്റ് ടൈമിൽ കുറച്ച് നേരമെങ്കിലും ആ ബോഡിയോടും അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അദ്ദേഹത്തിന് പുലർത്തേണ്ട കുറച്ച് മര്യാദകളും സ്നേഹവും ഒക്കെയുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആര് ചെയ്താലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സമൂഹത്തോട് നമുക്ക് ഇതും സംബന്ധിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വന്ന് കടന്നു കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും തന്നെ അതിൽ താല്പര്യമില്ലാത്ത കാര്യമാണ്. നമ്മുടെ അനുവാദം കൂടാതെ ഒന്നും തന്നെ കവർ ചെയ്യുന്നതോ പബ്ലിക് ആക്കുന്നതിനോടോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ വീക്ഷണങ്ങളെപ്പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതാണിപ്പം ഇവിടെ നിലനിൽക്കുന്നതും നമ്മൾ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. അതിനെല്ലാം നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നടന്ന പ്രശ്നം ശരിക്കും എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതൊരിക്കലും കേവലം സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റം കൊണ്ട് മാത്രമല്ല എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ഷംലു ഡിക്കോട്സ്, ഷംലു ഹിയർ. അപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സമൂഹവും നമ്മുടെ ജനങ്ങളും ഒക്കെ പറയുന്നത് ഇതൊരു സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമാണ്. അവരാണ് അവിടെ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചിരിക്കുന്നത്. ശരിയാണ്, അവരവിടെ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ തെറ്റാണ്. പക്ഷേ ആ വിഷയം എവിടെ നിന്നാണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ മനസ്സിലാക്കിയാലേ ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരത്തിലൂടെ എത്താൻ സാധിക്കത്തുള്ളൂ. അവിടെ ഒരു മാധ്യമത്തോടും വരണ്ട എന്നാരും പറഞ്ഞിട്ടില്ല. അവർക്കൊന്ന് ഷൂട്ട് ചെയ്യാം. അവർക്കത് ഷൂട്ട് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഹൈപ്പ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അവർക്കത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനലുകളൊക്കെയാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മുടെ വീക്ഷണം അത്തരത്തിലേ അല്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. നമുക്കതിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പല അതോറിറ്റീസും, നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ, മുഖ്യമന്ത്രി അടക്കമുള്ള, അതുപോലെ മറ്റു പല മന്ത്രിമാരും ഒക്കെ സഞ്ചരിക്കുമ്പോഴും വരുമ്പോഴും പല പൊതുവേദികൾ പങ്കിടുമ്പോഴൊക്കെ പ്രൊട്ടക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പല സേനകളെ വിന്യസിച്ചുകൊണ്ട് പല പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കും. അതെന്തിനാണ്? അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, വലിയ അക്രമങ്ങൾ ഉണ്ടാകാതെ, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റമായിരുന്നു ഇവിടെയും വേണ്ടിയിരുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഇതൊരു പ്രമുഖനായ നടനാണ്. ഈ നടനെ കാണാൻ ഈ നാടും
നമ്മുടെ സംസ്ഥാനവും ഇന്ത്യയിലുള്ള പല മേഖലയിൽ നിന്ന് ആൾക്കാർ വരുമെന്ന ബോധ്യം നമ്മുടെ സർക്കാരിനും നമ്മുടെ പോലീസിനും അത് നിയന്ത്രിക്കുന്ന മന്ത്രിമാർക്കും ഒക്കെ തന്നെ വേണമായിരുന്നു. അതിനുശേഷം അവർ ചെയ്യേണ്ടത് എന്താണ്? അവിടെ മാധ്യമങ്ങൾക്ക്, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ പ്രത്യേകമായ സെക്ഷനുകൾ ഉണ്ടാക്കിയെടുക്കണം. പല പ്രമുഖരായ ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്. പ്രമുഖരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യന്മാരുണ്ട്, സിനിമാ നടിമാരുണ്ട്. ഇവരൊക്കെ വന്നു പോകുമ്പോൾ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ജനങ്ങൾ അവരെ കാണുന്നതിന് വേണ്ടി, സെൽഫി എടുക്കുന്നതിന് വേണ്ടിയും അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ആൾക്കാർ ഓടിച്ചെല്ലും. അത് മുഖേന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനൊക്കെ പ്രത്യേകമായ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവത്തേയില്ല. സലീം കുമാറിൻ്റെ മകൻ ചന്തുവിന് അത്തരത്തിലൊരു പ്രകോപനപരമായ രീതിയിലുള്ളൊരു സംസാരം അവിടെ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ട് എങ്കിൽ ഈ സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനലുകളൊക്കെ തന്നെ അതിന് പിന്നിലേ നിൽക്കത്തുള്ളൂ. ഇത്തരത്തിൽ അവർക്ക് അതിക്രമിച്ച് കയറാൻ സാധിക്കില്ല. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ്? ഈ പ്രൊട്ടക്ഷണൽ സിസ്റ്റം വർക്കൗട്ട് ആകാത്തതാണ്. അത് നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ അവിടെ വീഡിയോ ചെയ്യുന്നവരുടെയോ ഒന്നും കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതിലെന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം? നമ്മുടെ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു ഗവൺമെൻറ്റിനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു മന്ത്രിയെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു MLA ഉണ്ടാക്കിയിരിക്കുന്നത് ഒക്കെ തന്നെ ഈ പോലീസിനെ നിയന്ത്രിക്കാനും അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനുമാണ്. ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാമെങ്കിൽ നമ്മൾ ഇതിനൊന്നും പുറപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മൾ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് അവിടെയാണ്. ആ പ്രൊട്ടക്ഷണൽ സിസ്റ്റം അത് രൂപീകരിച്ചില്ല. ആര് രൂപീകരിച്ചില്ല? ഇവിടുത്തെ പോലീസും ഇവിടുത്തെ മന്ത്രിമാരും ഈ സർക്കാർ രൂപീകരിച്ചിട്ടില്ല. ഇതൊരു സാധാരണ ആളുടെ മരണമല്ല, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ആ സെലിബ്രിറ്റിയുടെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു ക്രൗഡ് ഉണ്ടാവുമെന്ന് ഇവർക്കറിയാം. അല്ലാതെ വെറുതെ വന്ന് ഈ സോഷ്യൽ മീഡിയ ചാനലുകളെ അവരുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവരെ തള്ളുന്ന ഒരു സ്ഥിതി ശരിയല്ല. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ അവിടുത്തെ ചന്തുവിൻ്റെ പ്രകോപനപരമായ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ സോഷ്യൽ മീഡിയ ആവശ്യമില്ലാതെ, അവിടെ മാത്രമല്ല എവിടെയും കടന്ന് കയറി ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ആ രീതിയെ നമ്മൾ എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയും ഏത് പ്രമുഖനാണെങ്കിലും അവിടെ ഒരു മനുഷ്യത്വപരമായ സമീപനം അത് ആരിൽ നിന്നും ഉണ്ടാകണമെന്നും നമ്മൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രസ്താവന നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അവിടെ പ്രൊട്ടക്ഷൻ്റെ ഏറ്റവും വലിയൊരു പരാജയം അവിടെ സംഭവിച്ചത് കൊണ്ടാണ് അത്തരത്തിലുള്ള സാഹചര്യം അവിടെ രൂപപ്പെട്ടു വന്നത് എന്നതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇത് എൻ്റെ മാത്രം നിലപാടാണ്. ഇത് എൻ്റെ മാത്രം കാഴ്ചപ്പാടും നിലപാടുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കൂടുതൽ പേര് ഇത്തരത്തിലുള്ള അഭിപ്രായത്തിനും കൂടുതൽ വീഡിയോസിനും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. ഷാംലു ഡി കോട്ട് സൈനിങ് ഓഫ്.